അല്ല എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് ഇതിൻ്റെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റിങ്ങളെ കൊടുന്നു തരികയെന്നുണ്ടെങ്കിൽ എത്ര റാഹത്താണ് ഇരിക്കാൻ. ഇതിൻ്റെ മക്കളുണ്ടാവും, നിങ്ങളറിയോ? നമ്മളോർത്ത മാണിക്കൊക്കെ പോയിട്ട് കൊടുക്കുന്നൊരു മുതലാണ്. അത് നമ്മൾ ഈ വയസ്സ് കാലത്തുണ്ടല്ലോ ഇതൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതിനെ സ്റ്റൂളിട്ടിട്ടാണ് ഇരിക്കണത്. അതിനിവിടെ മൂപ്പര് പറഞ്ഞത് നിങ്ങൾ കേട്ടിക്കണം. മൂപ്പര് പറയാണ്, ഇച്ച് പെമ്പറന്നോളെ ഇതുണ്ടല്ല, ഒന്ന് അടുക്കേക്ക് ഇങ്ങ് അടുപ്പിട്ട് ഇങ്ങോട്ട് ഒന്ന് അടുക്കേക്ക് കാണാം, ഇങ്ങോട്ടിച്ച് അവിടെ കുറച്ച് മുളക് ഇട്ടാണ് അങ്ങോട്ട് പൊരിച്ചും തന്നാണ്. നിങ്ങൾ ഇതിൻ്റെ മക്കൾ പറയും ഞാൻ എന്താ ഇത് കാട്ടേണ്ടത്? ഇത് ഇങ്ങനെ തന്നെ അവിടെ പുഞ്ഞി കൊടുത്താലാന്ന് വിചാരിക്കാം. ഒരു വെച്ചാത്തൊരു കാലും നീട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. ഇനിയിപ്പോൾ എത്ര നേരം ഇവിടെ ഇരിക്കേണ്ടി വരും ഇതൊന്ന് നേരാക്കി കിട്ടാൻ. എൻ്റെ മക്കളിത് കണ്ടിട്ട് പറയും. നിങ്ങൾ പറയും ഡച്ചയൊക്കെ അങ്ങോട്ട് പുഴുങ്ങി കൊടുത്താൽ എന്നാൽ നാടത് വലിച്ചു കൊണ്ടുവരില്ലല്ലോ. അല്ലെങ്കിൽ ഈ അമ്മക്ക് ഈ വയസ്സ് കാലത്തൊക്കെ കഷ്ണം മീൻ മുറിച്ചിട്ടാണ്ട് കൊടുന്നെന്നാൽ പോരെ. എത്ര ഒരാൾക്കാണ് ഇരിക്കാൻ. മൂപ്പര് കായ്ക്ക് ലാഭം നോക്കല്ലേ. നിങ്ങൾ പറയും മക്കൾ, ആ മുറിച്ച കഷ്ണം മീൻ ഈ അയക്കറി ആകൂരിയൊക്കെ ഉണ്ടാവില്ല പീടിയയിൽ. അത് കുറച്ച് വാങ്ങിയിട്ടൊരു 4 കഷ്ണമായാലും അത് നമുക്ക് മല്ലി കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ മക്കൾ പറയിട്ട സങ്കടം കൊണ്ട് പറയണം. സന്തോഷം ഉണ്ടെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങളോടല്ല നമ്മൾ പറയും. നിങ്ങൾ പറയിട്ട ഇതിങ്ങനെ തന്നെ അടുപ്പിങ്ങി കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഇത് നന്നാക്കണം. നിങ്ങൾ പറയിട്ട, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അത് തൊടുള്ളൂ.